ഹായ് അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോണത്. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ കഴുകി മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിലിട്ട് വറുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മൊരിഞ്ഞിട്ട് ഇനി ചിക്കൻ മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ നമുക്ക് സവാള വാട്ടാം. സവാള, പച്ചമുളക്, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള നന്നായി മൂത്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ സവാള. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാളയിലേക്ക്. അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. 3 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തക്കാളി നമുക്ക് മിക്സിയിലിട്ട് ജ്യൂസാക്കി എടുക്കാം. അത് ഞാൻ സവാളയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് വാടി വരട്ടെ കേട്ടോ. വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി നന്നായി വാടി വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഇട്ട് കൊടുത്ത് ചിക്കൻ ഇട്ട് കൊടുത്ത് അതിൽ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. മസാല ഒന്നെല്ലാം പിടിക്കാൻ വേണ്ടി ചിക്കനുമ്മൽ മസാല പിടിച്ചിട്ട് നമുക്ക് റോസ്റ്റാക്കി എടുക്കാം. വെള്ളം വറ്റിച്ച് റോസ്റ്റാക്കി എടുക്കാം കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്താവും? എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്.
ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമെല്ലാം വറ്റി നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ കഴിക്കാനായിട്ട്. നിങ്ങൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കൂ. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.